ഹായ്, ഡെയിലി ബ്ലോഗ് ടോപ്പ് 10ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്നത് 10 നാളായി, 10 ആഴ്ചയാകാൻ പോകുന്നു. 10ാം ആഴ്ചയിലേക്ക് കിടക്കുന്ന, അതായത് തിരോധാനത്തിലേക്ക് പോയ അർജുനൻ്റെ 10ാം ദിനരാത്രങ്ങളിലേക്ക് കടക്കാൻ പോകുന്ന ഒരു നിമിഷങ്ങളിലേക്ക് നമ്മളെല്ലാവരും, പ്രേക്ഷകരെല്ലാവരും രാത്രി പകലാക്കുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കർണാടകയുടെ സർക്കാരിൻ്റെയും അവരുടെ തീരുമാനം 100% അവർ പങ്കുചേർന്നുകൊണ്ട് 62 ഡിഗ്രി താഴേട്ടിലേക്കുള്ള അർജുനൻ്റെ ലോറി കണ്ടെടുക്കുകയുണ്ടായി. പക്ഷെ ലോറി മാത്രം കണ്ടെടുത്തും ഫോൺ റിങ് ചെയ്യുന്ന GPS-ൻ്റെ ലൊക്കേഷനുമാണ് ഇപ്പോൾ അവിടെ കാര്യമായി ഒരു. പക്ഷേ അർജുൻ എവിടെ? ഇതാണ് ജനങ്ങൾ മുഴുവനും ചോദിക്കുന്ന ഏക ചോദ്യം. പിന്നെയും അവിടെ 2 കുട്ടികൾ മിസ്സായിട്ടുണ്ട്. അവരുടെ കാര്യത്തെയും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ കർണാടക എന്ന് പറയുന്ന ഗവൺമെൻറ് ഒരു മനുഷ്യരെ, ലോക്കലായാലും അവരെ ഒരു മനുഷ്യത്വമായ ചിന്ത കൊണ്ട് ചിന്തിക്കുന്ന, സ്വന്തം കാര്യം മാത്രം സെൽഫിഷായി ചിന്തിക്കുന്ന ഒരു പ്രത്യേക നിയമസംഘടന, നിയമപാലകർ തന്നെയാണവർ. മനുഷ്യന് ഒരു കാവലും നൽകാതെ, മനുഷ്യത്വത്തിന് ഒരു വിവേകവും ബുദ്ധിയുമില്ലാത്ത, വർഗബോധമില്ലാത്ത, ഒരു നിത്യജീവിതത്തിൽ നിലപാടുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന, ഒരു വർഗസ്നേഹമില്ലാത്ത ഒരു നാട് കർണാടകയിലുണ്ട് എന്ന് മനസ്സിലാക്കി. കാരണം കർണാടകക്കാരുടെ എല്ലാ ലോക്കൽസും പറയുന്നത് കേൾക്കുമ്പോൾ അവിടെയുള്ള ബ്ലാസ്റ്റിൽ കർണാടകർക്ക് പങ്ക് കൂടുതലാണെങ്കിൽ അത് നിങ്ങൾ മറിക്കുന്നതിനോടൊപ്പം നിങ്ങളൊരു കുറ്റഹരിതം കൂടി നടത്തിയിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ കേൾക്കണം, മനസ്സിലാവണ്ട. ഈ ഒരു മലക്ക് മുകളിൽ ഈ ഒരു തെങ്ങിന്റെ മുകൾക്ക് വെള്ളം വന്നിട്ടുണ്ടെന്നാ പറയണത്. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട, കന്നഡ മനസ്സിലാവുന്നവർക്ക് അറിയാം. ഈ തെങ്ങിന്റെ മുകളിലേക്ക് വെള്ളം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ ചിന്തിക്കാവുന്നതിനപ്പുറമായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതായത് ഇവിടുത്തെ വീടൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഇവിടുത്തെ വീടിന്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ അവസ്ഥയൊക്കെ ഒന്ന് കാണാം. കല്ലുകളൊക്കെ ചെതറി തെറിച്ച് പോയേക്കാണ് ശരിക്കും. സിലിണ്ടർ ಗಾಡಿ ಹೈವೇಲಿ ಸಿಲಿಂಡರ್ ಗಾಡಿ ಅಲ್ಲಿ ಗುಡ್ಡೆ ಸಿಲಿಂಡರ್ ಗಾಡಿ ಬಿದ್ದು 2 ಪಾನಿಯಲ್ಲಿ ಬೆಸ್ಟ್ ಆಯ್ತು, ബ്ലാസ്റ്റ്. ಹಂಗಾದ್ರೆ ಪಾನಿ ಇಟ್ಟು. അതെ, അത്രയും ഹൈറ്റിലേക്ക് വെള്ളം പൊങ്ങി വന്നു. ശരിക്കും ഒരു ഭയാനകരമായിട്ടുള്ള രംഗാവും ആ സമയത്തുണ്ടായിരിക്കാം. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ആ സമയത്ത് ഇവർ പറയണ, ദൃക്സാക്ഷികൾ പറയണ എന്താ വെച്ചാല്, പുഴയിൽ വെള്ളം വറ്റി ആ ഒരു നിമിഷത്തേക്ക് അത്രയും ഹൈറ്റിൽ വെള്ളം പോയിട്ടുണ്ട്. നമുക്ക് പലതും സങ്കല്പിക്കാം. അപ്പം ഗംഗാവലി ഗംഗാവലില് ഒലിച്ചു പോയി. അതെ, എനിക്കൊരു ലെവലേശം ഞാൻ പറഞ്ഞല്ലോ, കന്നഡ അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ആ പുഴക്ക്, ആ റോഡിന് സൈഡിലായിട്ടുള്ള ഒരു സൈഡ് ഭിത്തി കെട്ടിയിട്ടുള്ളത്. ഈ പാറക്കല്ലുകളാണ് ഈ ഞാൻ ഇന്നലെ കാണിച്ച വീഡിയോയിലും ഇന്ന് കാണിക്കുന്ന വീഡിയോയിലും കാണിക്കുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഈ വയലിലൊക്കെ ആയിട്ട് തെറിച്ച് കിടക്കുന്നത്. അതിൻ്റെ ബാക്കി ദൃശ്യങ്ങളും ഭയാനകരമായിട്ടുള്ള ദൃശ്യങ്ങൾ, അത് അവിടെ എത്രത്തോളം വലിയൊരു സ്ഫോടനമാണ് നടന്നിട്ടുള്ളതിൻ്റെ ഒരു ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം. ഈ വയലിലൂടെ ഒക്കെ ഈ കല്ല് തെറിച്ച് കിടക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഒരു കുറ്റാരോപിതനായി, ഒരു
കുറ്റാന്വേഷണികന്റെ രീതിയിൽ നിങ്ങളെ സൂചിപ്പിക്കുന്നതിലും ഒരു മാറ്റവും സംഭവിക്കില്ല. ഇപ്പം മാധ്യമ കച്ചവടം തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് അനുഭവമായിരിക്കണം. നമ്മൾ ചെയ്തത് ശരി എന്ന് വിചാരിച്ചിരുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. തുറന്നു പറയാം, ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു. അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു. അന്ന് NDRFനൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു. അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല. ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവം മാധ്യമങ്ങളെയും ആ അർജുൻ്റെ വീട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു. അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു. വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത്. നമ്മൾ കേരളീയർ എന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ തട്ടിപ്പിലൊക്കെ നാം പെട്ടുപോകുന്നത് പോലെയാണ്. നമുക്ക് എല്ലാ കാര്യവും അറിയാം, പക്ഷേ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും. കേരളത്തിൻ്റെ മാധ്യമത്തിൻ്റെ ലഹരികൾ ഉൾക്കൊണ്ട് അർജുനൻ്റെ വീട്ടിൻ്റെ അകത്ത് പോലും നിങ്ങൾ വിവാദം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈബർ ബുള്ളിങ്ങിൻ്റെ അങ്ങേയറ്റത്തേക്ക് കയറാൻ പോകുന്ന ഒരു ശ്രമം നിങ്ങൾ ഈ നിരീക്ഷകൻ്റെ ലൈഫിലേക്ക്, ഈ നിരീക്ഷണ സമയത്ത് നിങ്ങൾ അർജുനൻ എന്ന വ്യക്തിയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. എന്തേ ചോദിക്കാണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഞങ്ങള് പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ആൾക്കാരാണ്. ഞങ്ങള് അച്ഛൻ പട്ടാളക്കാരനാണ്. ആ ഒരു അഭിമാനമൊക്കെ തെറ്റിപ്പോവുക. ഇപ്പൊ എന്താ നടക്കുന്നത്? ഈ 4 വർഷത്തെ പട്ടാളം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലി. മാധ്യമം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് പ്രൊട്ടക്റ്റഡ്, ജനങ്ങൾക്ക് സാമൂഹികപരമായ പിന്തുണ നൽകുന്ന വർഗമെന്നാണ്, നോട്ട് എ പ്രോമിസ് എന്നല്ല. ബട്ട് ഒരു ജീവിതത്തിൽ ഒരർത്ഥമേ ഉള്ളൂ, അവൻ്റെ ജീവൻ്റെ തുടിപ്പ്, അവൻ്റെ ആയുസ്സിൻ്റെ ബലം. മനുഷ്യനെ നന്നാക്കേണ്ടത് മനുഷ്യൻ്റെ അറകളാണ്. അവൻ്റെ കുറ്റബോധം കൊണ്ട് അവൻ തെന്നി പോകുന്ന അവൻ്റെ അവൻ്റെ അധ്യായം അവസാനിക്കുന്നതും ഈയൊരു കർമ്മ എന്ന ഒരു നിശ്ചയത ലഘുവിലാണ്. കാരണം മനുഷ്യരെ തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ മനുഷ്യത്വത്തെ വില കൊള്ളുന്ന കോമാളികളാണ് നിങ്ങളെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഇത്രയും വലിയ ദുരൂഹത ഇവിടെ സംഭവിച്ചും ഒരു തിരോധാനത്തിൻ്റെ വഴിത്തിരിവിലേക്ക് എല്ലാവരും വിരൽ ചൂണ്ടി, എല്ലാവരുടെയും കണ്ണുകൾ ഒരേ ദൃഷ്ടിയിലേക്ക് കർണാടക ഷിരൂർ ഉത്തരാഖണ്ഡിലെ ഈ വലിയ ദുരന്തത്തിന് നിങ്ങൾ ഉത്തരവാദിയല്ലെങ്കിൽ മറ്റാരും ഉത്തരവാദിയാവില്ല. അത് സോഷ്യൽ മീഡിയയിലുമൊക്കെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, നേവി ഉൾപ്പെടെ സൈന്യമൊക്കെ അന്ന് തന്നെ ഇത് പുഴയിൽ തന്നെയാണ് ഇനി സാധ്യതയുള്ളത് എന്നവർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. പക്ഷേ കരയിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയതിന് ശേഷം മാത്രം പുഴയിലേക്ക് പോയാൽ മതി എന്ന് കുടുംബങ്ങളടക്കം നമ്മളൊക്കെ പക്ഷേ നമ്മൾ അതിൻ്റെ എല്ലാ സാധ്യതകളും ആരായുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് കരയിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയതിന് ശേഷം പുഴയിലേക്ക് തിരഞ്ഞാൽ മതി എന്നുള്ളൊരു ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ ഈ നേവിയും സൈന്യമൊക്കെ നേരത്തെ തന്നെ കുറെ കൂടി തെരച്ചിൽ നടത്തേണ്ടത്, തെരച്ചിലിന് ശക്തി കൂട്ടേണ്ടത് പുഴയിലാണെന്നുള്ള ഒരു തീരുമാനത്തിൽ അവർ നേരത്തെ തന്നെ എത്തിയിരുന്നു. അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് മാത്രം നിങ്ങൾ ചെയ്ത വലിയൊരു ആപത്ത് വിളിച്ചു വരുത്തിയ നിഗമനങ്ങളിലേക്ക് പോവുകയാണ്. ഈ 10ാം നാളിൽ 11ാം നാളിലേക്ക് ചിലവയ്യുന്ന ഈ സമയ അന്ത്യ നിമിഷങ്ങളിലേക്ക്. കാരണം ഇത് നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയാതെ
പിടിച്ചു നിർത്തുന്ന അത്രക്കും വലിയ മന്ദതയോടുള്ള താല്പര്യത്തോടെ നിങ്ങൾ ചെയ്തു കൂട്ടിയ കോഴിക്കോടുകാരൻ എന്ന ആ വ്യക്തിയെ മറന്നുകൊണ്ടുള്ള നിങ്ങളുടെ ഈ മന്ദഹാസത്തിൻ്റെ കളിയിൽ നിങ്ങൾ ആ കുടുംബത്തിൻ്റെ വെണ്ണുനീരാണ് നിങ്ങൾ കഴിക്കുന്നതെന്നത് സർക്കാരെ നിങ്ങൾ ഓർക്കുക. കാരണം ഇതൊരു ആണ് പട്ടാളത്തിനെ അങ്ങോട്ട് വിട്ടിരുന്നത് എങ്കിൽ അതിന് വേണ്ട എക്യുപ്മെന്റ്സ് ഉണ്ടാവുകയും അതെടുക്കുകയും ചെയ്യേനി. ഞങ്ങൾ മനസ്സ് പ്രതീക്ഷിച്ച എന്താ പറയാ, ആ ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എൻ്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു. ആ ഒരവസ്ഥ, ആ പ്രതീക്ഷയും എനിക്ക് മാറി. മതി, എനിക്ക് അത്രയേ പറയാനുള്ളൂ. എന്തേ ചോദിക്കാണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഉണ്ടോ? ഞങ്ങള് പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ആൾക്കാരാണ്. ഞങ്ങള് അച്ഛൻ പട്ടാളക്കാരനാണ്. ആ ഒരു അഭിമാനമൊക്കെ തെറ്റിപ്പോവുക. ഇപ്പൊ എന്താ നടക്കുന്നത്? ഈ 4 വർഷത്തെ പട്ടാളം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലിക്ക് ആയിട്ട് ആൾക്കാരെ കാണിക്കാൻ ഗോഷ്ഠി കെട്ടി വിടുന്ന സംഭവമായിട്ടാണോ ഇപ്പം വരുന്നത്? മാർക്കറ്റാണെന്ന് കരുതി ഇതൊരു വിപ്ലവമല്ല, ഇതൊരു ഒരു വ്യക്തിയുടെ ജീവിതമാണ്. ഇതൊരു വിണ്ടുകീറുന്നവൻ്റെ ആരോഗ്യ പ്രശ്നമാണ്. കാരണം അവൻ ജീവനോടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി ഒരു നിമിഷം പോലും ആലോചിക്കാതെ മാധ്യമധർമ്മവും അവനെ കിട്ടുമെന്നുള്ള ആ എക്സ്പ്ലെയിൻസിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കച്ചവടത്തിൻ്റെ കണ്ണുകൾ കാട്ടുന്ന ഏഷ്യാനെറ്റും മറ്റു കർമ്മ എന്ന് പറയുന്ന ന്യൂസുകാരുമൊക്കെ സത്യം പറഞ്ഞാൽ ഇത് കണ്ടു കഴിയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതുവരെ ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർക്ക് പോലും ഇതുപോലൊരു സ്ത്രീയുടെ മകന് വേണ്ടിയാണോ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് എന്ന് ചിന്തിച്ചാൽ പോലും അതിൽ തെറ്റു പറയാൻ പറ്റില്ല, അത്ഭുതപ്പെടാനാവില്ല. കാരണം ഇതിനുശേഷം വരുന്ന സോഷ്യൽ മീഡിയ വരുന്ന പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ നോക്കണം. എന്ത് അവസരത്തിലാണ് അവർ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയെന്ന് മനസ്സിലായി. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ, വികാരപരമായി സംസാരിക്കുന്നവർ ചിലപ്പം ചില പ്രകടനങ്ങളൊക്കെ നടത്താറുണ്ട്. ഇവിടെ അതല്ല നമ്മൾ കാണുന്നത്. അവർക്ക് മകൻ്റെ കാര്യമോർത്ത് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നടത്തുന്ന വികാര പ്രകടനമല്ല. അവർ വളരെ തികഞ്ഞ രീതിയിൽ, അതായത് അവർക്ക് നല്ല ബോധ്യമുണ്ട് പറയുന്നത്. ഒരു വേള അവരുടെ ചെവിയിൽ ആ തൊട്ടടുത്തിരുന്ന സ്ത്രീ പറയുമ്പോൾ അവർ ചിരിക്കുക പോലെയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു അവസരത്തിൽ, ഇങ്ങനെയൊരു സംഭവം നടന്ന പശ്ചാത്തലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള മനോവ്യത പോലും അവർ കാണിക്കുന്നില്ല. കാണിച്ചു കൂട്ടുന്ന നാറിയ കളിയിൽ നിങ്ങൾക്ക് നല്ലൊരു വിഭവം നിങ്ങൾ കണ്ണും കൊണ്ട് കാത്തിരിക്കരുത്. കാരണം നിങ്ങൾ മാധ്യമധർമ്മത്തെ അവിശ്വസിക്കുന്നവരാണ്. നിങ്ങൾ കാണിക്കുന്ന ഈ നാണമില്ലായ്മ മീഡിയയിൽ പകർത്തുമ്പോൾ ഒരു കുടുംബം അവിടെ നിന്ന് കത്തുന്നത് നിങ്ങൾ കണ്ട് രസിക്കുമ്പോൾ, ഇന്ന് രാവിലെയും പുഴയിൽ തെരച്ചിൽ നടക്കുകയാണ്. എന്തിനാണ്? ഈ അടിത്തട്ടിലേക്കോ വല്ലോ ഈ ലോറി പോയി കിടക്കുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഇതിൽ തടിക്കഷ്ണങ്ങളാണ്, അത് കെട്ടിവരിഞ്ഞാണ് കൊണ്ടുവരുന്നത്. ഈ ടിമ്പർ ലോറിയാണ്. അപ്പോൾ ആ തടിക്കഷ്ണങ്ങൾ 300 തടിക്കഷ്ണങ്ങൾ, എക്സാക്ട് ഡീറ്റെയിൽസ് മനാഫ് കൊടുക്കുകയാണ്. 300 തടിക്കഷ്ണങ്ങളിൽ ഒരെണ്ണമെങ്കിലും ആ കെട്ടുപൊട്ടി പുഴയിൽ വീണിട്ടുണ്ടെങ്കിൽ അത് കാണാൻ കഴിയും. അല്ലെങ്കിൽ ആ വണ്ടി തകർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗങ്ങൾ കാണാൻ കഴിയും. അതൊന്നും ഈ 5 ദിവസവും കണ്ടില്ലെങ്കിൽ ആ മണ്ണിനടിയിൽ ആ വാഹനമുണ്ടെന്ന് ഉറപ്പിക്കാൻ ഇത്രയേറെ ആലോചനയുടെ ആവശ്യം എന്താണ്? കോമൺ നിങ്ങളുടെ കണ്ണുകളെയും നിങ്ങൾ കാണുന്നതിനെയും നിങ്ങളായി വഞ്ചിച്ച് നിങ്ങളുടെ അധർമ്മം വിരൽ ചൂണ്ടുന്നത് സാധാരണക്കാരൻ്റെ കൈത്തുമ്പിലെ അവൻ്റെ കണ്ണിനീരിനെയാണെന്ന് നിങ്ങൾ മറന്നുകൊണ്ട് നിങ്ങളുടെ സ്ട്രാറ്റജി, നിങ്ങളുടെ മാത്രം ഗെയിം മാത്രമാണിതെന്ന് ഞാൻ പറയും. കാരണം ഇതിൽ വാസ്തവം എന്താണ്? ഇതിൻ്റെ ഓരോ ബൈറ്റ് ക്ലിപ്പുകൾ ഞാൻ ഇതിൽ ചുവടുകളായി നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. കാരണം ഇത് നിങ്ങൾ അറിയണം, ലോകത്തെവിടെയും ഒരാപത്ത് നൽകിയാൽ ആ ആപത്തിനോടൊപ്പം മനുഷ്യത്തിൻ്റെ മാന്യതയെ വില കൽപ്പിക്കുന്ന ഒരു വാല്യൂ നിൽക്കണം. അപ്പോഴാണ് മനുഷ്യത്വം നിങ്ങൾ തിരിച്ചറിയും. എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത്, ആ പയ്യൻ്റെ കാര്യത്തിൽ ജീവൻ്റെ തുടിപ്പിനെ
ഞാനിപ്പോൾ പ്രതീക്ഷ വെക്കുന്നില്ല. കാരണം 10ാം നാളാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആയുസ്സിന് ഒരു മിനിറ്റോ ഒരു മിനിറ്റുകളോ നിമിഷങ്ങളോ മാത്രമേ ആ മണ്ണിൽ അടിയിൽ കവിഞ്ഞു ഇരിക്കാൻ പറ്റൂ. ആ ചെക്കൻ, ആ പയ്യൻ അവിടെ നിന്ന് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ, മറ്റൊരു വ്യക്തിയുടെ കസ്റ്റഡിയിലായെങ്കിൽ ആ ബാധ്യതയും നിങ്ങൾ കർണാടകയിലെ ജനങ്ങൾ, നിങ്ങളും എല്ലാവരും ഒരുമിച്ച് ഏൽക്കേണ്ടതാണ്. കാരണം അവിടെ ഒരു മിസ്സിംഗ് ഉണ്ടെങ്കിൽ, ആ അർജുനനെ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്രയും വലിയ നാടകങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾ സമയത്തോടൊപ്പം നിങ്ങളതിനെ ബോധിപ്പിക്കുകയും വേണം. കാര്യമൊന്നും തിരിച്ചറിയാതെ അവിടെ അവൻ ഇല്ലാതെ നിങ്ങൾ പരുതുന്ന ഒരു പരുതലാണെങ്കിൽ, നിങ്ങൾ എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു സ്ഫോടനത്തിനു ഇരയാക്കപ്പെടുത്തി ആ ലോക്കൽസിന് വേണ്ടിയുള്ള ചാവേറുകളാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തിട്ട് സംസാരിക്കൂ. നിങ്ങൾക്ക് എന്തിനു വേണ്ടിയായിരുന്നു ഈ സ്ഫോടനത്തിൻ്റെ ആ ബ്ലാസ്റ്റിങ്ങിൻ്റെ തീരുമാനങ്ങളെ? കാരണം ഒട്ടും മനസ്സിലാകുന്നില്ല നിങ്ങൾ കാണിക്കുന്ന ഈ നാടകീയത. അഭിനയത്തിൻ്റെ ഒരു കുലപതിക്ക് വേണ്ടിയുള്ള എല്ലാം നിങ്ങൾ തികച്ചും നൽകി തന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളത് ഇറക്കി വെക്കുക എന്ന് മാത്രമാണ്. കാരണം അഹങ്കാരത്തിൻ്റെ ചുടിയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് പാവങ്ങളുടെ മനസ്സറിയില്ല. നിങ്ങൾ ഒരു നല്ല സർക്കാരല്ല. എന്തുകൊണ്ടിങ്ങനെ ചോദിക്കണം? കണ്ണും കെട്ടി നിൽക്കുന്ന പാവപ്പെട്ട ആ മനുഷ്യൻ്റെ, ആ കുടുംബത്തിൻ്റെ വെണ്ണുനീരിന് കാരണക്കാരനാവണമെങ്കിൽ അത് നിങ്ങളല്ലാതെ, നിങ്ങളുടെ സർക്കാരല്ലാതെ പിന്നെ ആരതിന് നീതി നടപ്പിലാക്കും? കേരളത്തിലെ ഒരു പയ്യനെ കാണാതായപ്പോൾ അതിനെ വായമുട്ടിച്ച് അവൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി അവൻ്റെ ലൈഫിനെ ഇല്ലാതാക്കുന്ന ഒരു മരണത്തിൻ്റെ കളിക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുന്നു. എന്ത് ജാഗ്രതയാണ് നിങ്ങൾ കാണിക്കാത്തത്? ജാഗ്രതയുള്ള വ്യക്തിയാണെങ്കിൽ, ജാഗ്രത കൂട്ടുന്ന സർക്കാരാണെങ്കിൽ, നിങ്ങളെ ഭരണത്തിൻ്റെ അധികാരമാക്കുന്ന ആ വസ്തുക്കളും ലോക്കലുകളും വോട്ടർമാരുമൊക്കെയാണ്. ആ ലെവലിൽ പോകുമ്പോൾ മീഡിയയും സർക്കാരും പൊളിറ്റിക്സ് അതും ഒരു വേസ്റ്റാകുന്ന, കൊലവെള്ളി അറുത്ത് കളയേണ്ട, വെറും നാശകോശമാകുന്ന ഒരു വംശം തന്നെയാണ്. ജനങ്ങളുടെ സ്വത്തിനും മണ്ണിനും കാവൽ നിൽക്കാത്ത, അതിൻ്റെ മനുഷ്യത്വത്തെ പോലും അറിവ് നൽകാത്ത ഒരു നീചമായ രാഷ്ട്രീയ പൊളിറ്റിക്സ് ഒരു സർക്കാരും കൊണ്ടു നടക്കണ്ട. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. കാരണം ഇത് നിങ്ങളുടെ നിധിയല്ല, അവൻ വിധിക്കുന്ന വിധിയാണ്. കാരണം ഇത്രയും ടോർച്ചറിൽ ഒരു മനുഷ്യനെ എത്തിക്കുന്നത് പോലെ ആ കുടുംബത്തിൻ്റെ അന്ധകരാകുന്നു നിങ്ങൾ. എത്ര നിമിഷം കൊണ്ടാണ് ഒരു വ്യക്തിയെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നത്? ഒരു കൂട്ടത്തെ നിങ്ങൾ കത്തിച്ചു കളയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുവെങ്കിൽ അത് നിങ്ങളുടെ അവസരമാണോ? ശിരൂരിലെ ഈ അപകടത്തിന് നിങ്ങൾക്ക് പങ്കുണ്ടെങ്കിൽ നിങ്ങൾ അവനെ ഒളിപ്പിച്ചു വെച്ച് നാടകീയ സ്ഫോടനം നടത്തുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഊരാക്കുരുക്കിൻ്റെ ഒരു കുരുക്കായി മാറുന്ന മാധ്യമധർമ്മപ്പെട്ട കേരളത്തിലെ സർക്കാർ നിങ്ങളെ ആനടിക്കും. ആ ആനടിക്കിൽ കടലിലെ
സമുദ്രത്തിന്റെ തിരമാലയെ പോലെ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. കാരണം ഒരിക്കലും നീതികേട് നിങ്ങൾ കാണിക്കരുത്. അത് നിങ്ങൾ ഈ ഒരു 10-ാം നാളിൽ പോലും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ, ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾ ഈ സിസ്റ്റം എന്നെഴുതി വെക്കുന്ന സർവീസിനോട് നിലപാട് പുലർത്തിയിട്ടില്ല. എന്നിട്ട് ഇന്ത്യൻ ആർമിയിലെ ആ പാവം തൊഴിലാളികളെ, അവർ ഇന്ത്യത്തിന് പോരാടാൻ വന്നവരെ അവർക്ക് വേണ്ടി ട്രോളാനും അവർക്ക് വേണ്ടി സൈബർ ബുള്ളിങ്ങിൽ അറ്റംപ്റ്റ് നടത്താനുമൊക്കെയുള്ള ഉരുപ്പിടിയാക്കി വിട്ടുകൊണ്ട് മീഡിയയുടെ ചന്ത നാറിയ ചെളിവാരിക്കുത്ത്. ഇതൊക്കെ കണ്ട് ചവിട്ടിപ്പടിയിൽ കയറി നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നാണമില്ലേ? പുച്ഛമാണ് തോന്നുന്നത്. രഞ്ജിത്ത് എന്ന ഇസ്രായേലിലെ ആ ഒരു ആർമി പട്ടാളക്കാരൻ യോദ്ധാവിനെ ഒരു നാണം കെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിനെ നിങ്ങൾ നാണം കെടുത്തി. ആ പയ്യൻ്റെ ജീവിതത്തെ ഒരു വിലയില്ലാതെ നിങ്ങൾ, അയാൾ പോരാടുന്നത് രക്ഷാർത്ഥത്തിന് വേണ്ടിയിട്ടാണ്. രക്ഷദൗത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചൊരു പട്ടാളക്കാരൻ്റെ അവൻ്റെ ധർമ്മവും കർമ്മവും നിലപാടവും രക്ഷയും ഒക്കെ കയറിച്ച് 1000-10,000 ആൾക്കാരെ, അതേ കർണാടകക്കാരെ സംരക്ഷിച്ച് പിടിച്ച ഒരു പട്ടാളക്കാരൻ്റെ നീതിയെയും ബോധത്തെയും ധർമ്മത്തെയും നിങ്ങൾ നിലനിൽപ്പിനും കാത്തു നിൽക്കുന്നെങ്കിൽ, ആ ഒരു രഞ്ജിത്ത് എന്ന പട്ടാളക്കാരൻ്റെ വിലയും നിലയും സമയത്തെയും നിശ്ചയിച്ച് അവർ കോൺഫിഡൻസോടെ പറഞ്ഞതിനെ ട്രോൾ ചെയ്യും. അവരെ പരിശോധന നടന്നിട്ടില്ല. ഇപ്പുറത്തെ വശം 80% മണ്ണ് മാത്രമേ നീക്കിയിട്ടുള്ളത്. വേണ്ടതെന്ന് വെച്ചാൽ ഹൈ ഡ്രില്ലിംഗ്, ബോർവെല്ലിങ്ങിന്റെ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് വെർട്ടിക്കൽ കണക്ക് ഒരു സാധനമുണ്ട്. ഈ ഡ്രില്ലിംഗ് ചെയ്യുമ്പോൾ എത്ര പാറ തുറന്നാലും മെറ്റൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് തട്ടും. ഈ മണ്ണ് തന്നെ ഉണ്ടാകാൻ ചാൻസ് ഒരു 90% എബോ കൂടുതലാണ്. കാര്യം പറ, എനിക്ക് ആ മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ ആവശ്യമാണ്. ഞാൻ പറഞ്ഞ ഒരു സാധനം വിട്ട് കൊണ്ട് തന്നെ നാണം കെടുത്തിച്ചും നടത്തുന്ന ഈ കൂത്ത് നിങ്ങൾ എത്ര നാൾ നീളും എന്നെനിക്കറിയണം. കാരണം മനസ്സാക്ഷിക്ക് നിരക്കാത്ത ആ ഉമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം. അർജുൻ്റെ അമ്മ ആ ഒരു വിരമത്തിൽ എന്തൊക്കെയോ കടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ടാവാം. അത് നിങ്ങളൊരു മുതലാക്കി എടുക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ മീഡിയകൾക്കും നല്ലൊരു പണിയാണ് കിട്ടുന്നെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏതെങ്കിലും ഒരു നാറിയ ഒരു വരവിൻ്റെ അന്ത്യമാണ്. കാരണം കാത്തിരിപ്പിന് സമയം കുറിച്ചു കഴിഞ്ഞു. അത് നിടപാടുകളില്ലാത്ത നിങ്ങളോട് തന്നെ. കർണാടകയിലൂടെ കേരളത്തിലും എല്ലാവരുടെയും ജീവിതത്തിന് ഒരു വിലയില്ലാത്ത സംസ്ഥാനം. ഇങ്ങനെയുമുണ്ടോ ഒരു സംസ്ഥാനം? എന്തുകൊണ്ടാണ് നിങ്ങൾ കേരളത്തെ വെല്ലുവിളിച്ചത്? നമ്മൾ ഇത്രയും കടലാസ് പേപ്പർ പോലെ ചുരുട്ടിയെറിയുന്ന വംശമാക്കിയത് എന്തുകൊണ്ടാണ്? മനുഷ്യത്വത്തിൻ്റെ ഒരു നിറവില്ലാത്ത നിങ്ങൾ ആർക്ക് വേണ്ടി സെൽഫിഷ് മൂഡിൽ നിങ്ങൾ സ്വയം പ്രൊമോട്ട് ചെയ്യുന്നു. പലതിനെയും ഒളിക്കാൻ വേണ്ടി, കള്ളത്തരങ്ങളെ മറക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന നാടകീയ ദൗത്യ രക്ഷാദൗത്യം ആ പട്ടാള ആർമികളുടെ ബലിയാടിന് വേണ്ടിയുള്ള കളിപ്പാടിനാണെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ, ഇന്ത്യൻ ആർമി വന്ന് നമ്മളെല്ലാം ജോയിന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഇതാണ്.
ഇല്ല, പുഴയിൽ ഓൾറെഡി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ. ഇന്നും ഞാൻ പോയി, ഒരു വെന്റിലേറ്റർ പാട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് പോയി. NDRFന്റെ ഓഫീസറായിട്ട് പോയി, NDRFന്റെ വാട്ടർ യൂണിറ്റായിട്ട് പോയി. അവിടെ ഞാൻ പോയി നോക്കി. അവരുടെ വുഡ് പാർട്ടാണത്. പിന്നെയുള്ള ഇന്ത്യൻ നേവി അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ തൊട്ട് വൈകിട്ട് വരെ സെർച്ച് ചെയ്യാൻ സോണാർ ഉപയോഗിക്കുന്നുണ്ട്, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ റഡാറാണ്, റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ആണ് വേണ്ടത്. റഡാർ കൂടി റഡാർ ആർമി. നിങ്ങൾ സാറ് കേട്ടല്ലോ, സാറാണ് എന്റെ CEO, സാറാണ് കമാൻഡിംഗ് ഓഫീസർ വന്നിരിക്കുന്നത്. സാർ നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ നടത്തിയ സ്ഫോടനത്തിന്റെ പിന്നിലുള്ള അർത്ഥമെന്ത്? എന്ത് നീചകമായ തീരുമാനം കൊണ്ടാണ് നിങ്ങൾ അത്തരത്തിലുള്ളൊരു ഫ്രോഡ് നിങ്ങൾ അവിടുത്തെ ജനങ്ങളോട്, കർണാടക ലോക്കൽസിനോട് നിങ്ങൾ ചെയ്തു കൂട്ടുന്നത്? കാരണം അവരും നിങ്ങൾക്ക് വേണ്ടി ബലിയാടാണ്. ഒരു ബലിയാടെന്ന് പറയുന്നത് പട്ടാളക്കാരന്മാർ മരണമടിയുന്ന, അവൻ മരിച്ചു കഴിഞ്ഞ് ജീവിക്കുന്ന വ്യക്തികളെയാണ് പറയാറ്. ജീവിച്ചിരുന്ന് ബലിയാടാകുന്നവനും മരണമടഞ്ഞ് ബലിയാടുന്നാവുന്നവനും രണ്ടും രണ്ട് തട്ടിലാണ്. പക്ഷേ ഇത് പച്ചയിറച്ചി തിന്നുന്ന പോലെ കഴുത്തറുത്ത് കൊല്ലുന്നതിനേക്കാളും ഭീകരതയാണ്. ഒരു ഗ്യാസിന്റെ ടാങ്കറാണ് പൊട്ടിയെങ്കിൽ ഒരു മൊത്തം ചാമ്പലാവുന്ന സ്ഫോടക സുനാമിയുടെ ഒരു വട്ടത്തിന്റെ വംശത്തിന്റെ വെല്ലുവിളിയാണ് നിങ്ങൾ വെൽക്കം ചെയ്തത്. ഇത് പ്രതികരിക്കുന്നത് ഞങ്ങളല്ല, പ്രകൃതിയായിരിക്കും അതിന് മറുപടി നൽകുക. പ്രകൃതിയുടെ ഈ വെല്ലുവിളി തന്നെ നിങ്ങളെ ഒന്ന് പ്രതികാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ആഴത്തിൻ്റെ വലിപ്പം അറിയുന്നത് ഈ വെല്ലുവിളിയുള്ള പ്രതികരണമുള്ള പ്രകൃതി തന്നെയായിരിക്കും. നാടിനെ ചുട്ടുകരിക്കാനുള്ള നിങ്ങളുടെ ഈ നെട്ടോട്ടത്തിൽ നിങ്ങൾ കാണിച്ച അശ്രദ്ധ, ധാർമ്മിക ബോധത്വമില്ലായ്മ, അത് നിങ്ങൾ കൊണ്ടെത്തിക്കുന്നത് വലിയൊരു തോൽവിയിലായിരിക്കും. കാരണം ശിരൂരിലെ അപകടം, ഉത്തരാഖണ്ഡിലെ ഈ വലിയ അപകടത്തിന് പിന്നിൽ അവിടുത്തെ സർക്കാരാണ്. കേരളത്തിലെ മീഡിയയും അതൊരു കുത്തിത്തിരിപ്പിൻ്റെ അപ്പുറത്തേക്ക് എത്തിക്കുന്ന, ചളിവാരി എറിയുന്ന, നാടകീയ സൈബറിൻ്റെ വംശമാക്കുന്ന, കൊട്ടത്തേങ്ങ പോലുള്ള മാടി വലിച്ചെറിയുന്ന വേസ്റ്റുകളിലേക്ക് കൂട്ടും. കാരണം വെട്ടാനുള്ള പലരെയും നിർത്തിയിട്ടുണ്ടാവും. സാധാരണക്കാരനെ അവൻ്റെ ജീവിതത്തെ വെല്ലുവിളിക്കാൻ. എന്തുകൊണ്ട്? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നത്? 16-ാം തീയതിയാണ് ഞങ്ങളുടെ ബ്രദറിനെ കാണാതെയാവുന്നത്. അന്ന് രാത്രി ഇവനെ വിളിച്ചിട്ട് വീണ്ടും കിട്ടാഞ്ഞപ്പം അനിയത്തി, അവളാണ് രാത്രി അങ്കോല സ്റ്റേഷനിൽ. ഒന്ന് പറയോ? ഞാൻ അങ്കോള സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ലാംഗ്വേജ് ഒക്കെ കുറച്ച് ബാരിയർ ആയിരുന്നു, പക്ഷെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അന്നപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു മിസ്സിംഗ് കേസ് അവിടെ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട്. മുബീൻ എന്ന് പറഞ്ഞ ആള്, അതായത് ചൊവ്വാഴ്ച 16-ാം തീയതി ഇൻസിഡന്റ് നടന്ന രാത്രി ഞങ്ങൾ ന്യൂസ് ജസ്റ്റ് യൂട്യൂബിൽ നോക്കി, അങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ വിളിച്ച് അന്നപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു മിസ്സിംഗ് കേസ് അവിടെ കിട്ടിയിട്ടുണ്ട് പറഞ്ഞ. അങ്ങനെ അന്നപ്പം ഒരു ഫോട്ടോ ജസ്റ്റ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് അവിടുത്തെ ഒരു പോലീസുകാരന് ഫോട്ടോയും അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? അത് നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി, നിങ്ങളുടെ പബ്ലിക്കിന് വേണ്ടി, നിങ്ങളുടെ റൈറ്റിങ്ങിന് വേണ്ടി, നിങ്ങളുടെ PROക്ക് വേണ്ടി, എല്ലാം നിങ്ങൾ നേടിയെടുക്കുന്നവൻ്റെ നേരെയുള്ള കൊരച്ചലാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. സോഷ്യലും മീഡിയയും യൂട്യൂബും ഒക്കെ തകർക്കാൻ നടക്കുന്നതല്ല,
കാരണം അവർ അവരുടെ ധാർമ്മിക ബോധം ഉറക്കെ പറയും. കാരണം ഇത് നിങ്ങൾ ചെയ്യുന്ന തെറ്റിനുള്ള മറുഭാഗമാണ്. അത് നിങ്ങൾ കേട്ടേ പറ്റൂ, കേട്ടിരിക്കണം. അല്ലെങ്കിൽ അത് വലിയ ചോദ്യം ചിഹ്നം തന്നെയാണ്. ക്ലിപ്പായി ഉദാഹരണങ്ങൾ പോലെ നമ്മൾ ഇതിനൊരു പിന്നിലേക്കുള്ള ക്ലിപ്പുകളിലേക്ക് നിങ്ങളിലേക്ക് വരാം. അതിനുശേഷം മറുപടി.